ആ പിടിച്ച് വിടരുതിട്ടാ, പിടിച്ചെന്നോ. ഇതിപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തലമണ്ണ് മണ്ടയിൽ വീഴും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. വെള്ളം കോരുന്ന ലാഘവത്തോടെ അല്ലേ. എടാ അതിലേ കുറേ ആളുടെ സംശയമാണ് ഈ ഡബിൾ പുള്ളി എന്താണെന്ന് അറിയാത്ത കുറേ ആളുകളുണ്ട്. നമ്മൾ പണിയുമ്പോൾ ഉപയോഗിക്കാറില്ലേ ആ സാധനം. ഇതിനെക്കുറിച്ച് പലരും ചോദിക്കുമ്പോൾ കുറേ കോള് വരും ഇതെന്തിനാണെന്ന്. പക്ഷേ ഇത് കാണാത്തവരുണ്ട്. പക്ഷേ ഇതിന് പകരം വേറെ മരക്കമ്പും ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പലതും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ പണികൾ ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അത് ഈ മോഡലായിരിക്കില്ല, സാധാരണ നമ്മളുടെ നാടൻ ഈ കപ്പികൾ തന്നെ ഉപയോഗിക്കുന്ന നല്ല വെയിറ്റ് ഉള്ളത്. ഇതാകുമ്പോൾ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണത്, ഇതിനെ കൊണ്ടൊക്കെ എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. പിന്നെ നമ്മൾ ഈ കപ്പി ഉപയോഗിക്കുമ്പോൾ ഇത് രണ്ട് ഡബിൾ കപ്പി ഉപയോഗിക്കണമെങ്കിൽ നമുക്കതിന് ഗുണമാണ്. 2 ഡബിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ഡബിൾ ഒരു സിംഗിളായിട്ട് ഉപയോഗിക്കുക. ഡബിൾ തന്നെ ഉപയോഗിക്കില്ലെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അതൊരു കറക്റ്റ് ആവില്ല. അതുകൊണ്ട് നമുക്കിത് 2 ഡബിൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ കാണിച്ചു തരട്ടെ. അതിൽ ഇന്നത്തെ നമ്മളെ വീഡിയോ. കയറ് നമുക്ക് ഇങ്ങനത്തെ കയറ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഏത് കയറായാലും പറ്റും. 16 mm വരെ വണ്ണം വരുന്ന കയറ് ഏതും നമുക്ക് ഉപയോഗിക്കാം. ഇതിലിപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു തല നമ്മൾ ഇതിൽ ലോക്കിട്ട് ഇത് അടുത്ത കപ്പി എടുത്തിട്ട് നമ്മൾ നേരെ ഒരു സൈഡ് ഇത് കയറിടാൻ കണ്ടില്ല, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടാൽ അതൊരു സൈഡിൽ ലോക്കായി. ഇനി വരുന്നത് നമ്മൾ നേരെ അടുത്തത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതേ വന്ന അതേ ലൈനിൽ തന്നെ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് തിരിക്കുക. നേരെ അടുത്ത് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഒരു കപ്പിയും കൂടെ ബാക്കിയുണ്ട് നമുക്ക്. അയ്യോ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ സാധനം വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് വലിച്ചെടുക്കാനും, അല്ലെങ്കിൽ ഒരു നമ്മളെ ഫീൽഡിലാണെങ്കിൽ ഒരു മറിഞ്ഞ് നിൽക്കണ മരത്തിനെ വലിച്ചു കയറ്റാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കുടുങ്ങി കിടക്കണ താഴെ കിടക്കണ തന്നെ വലിച്ചടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കപ്പിയാണിത്. ഇത് ഈ ലെവലിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കാനുള്ള മരത്തുമ്മൽ സെറ്റ് ചെയ്യണതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളെ സിറ്റുവേഷന് ഇപ്പോൾ ഒരു ചാഞ്ഞ് നിൽക്കുന്ന മരത്തിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തെങ്ങ് വലിച്ചു കെട്ടാൻ അത്യാവശ്യം നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ളത് തന്നെ വലിക്കുന്നതാണ്. ഒരു മരത്തിനെ മൊത്തം നമുക്ക് ഇങ്ങോട്ട് മറിക്കാനുണ്ടെങ്കിൽ അതിനെ വേണ്ടിയായിട്ട് നമുക്ക് ഈ കപ്പിനിടാം. ഇപ്പോൾ ഇത് മെൽക്കണം നമ്മൾ വലിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കപ്പി വലിയാനുള്ള ദൂരം നമുക്കറിയാമല്ലോ, വലിയ മരങ്ങളാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനെ കയറ് നമുക്കിവിടെ കപ്പി സെറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് നമുക്കിവിടെ ഒരു ലോക്കിടാം. നിങ്ങളെ രീതിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ നമുക്ക് ഈ കൊളുത്ത് കണക്ട് ചെയ്തിട്ട് നേരെ ഇതിൽ കപ്പി കൊടുക്കാം. ബാക്കി വരുന്ന സൈഡ്, അപ്പോൾ ഈ സൈഡ് നമുക്ക് ഫ്രീ ആയി ഇത് കൊണ്ടുവന്ന് നമ്മൾ നേരെ ഇവിടെ ഞാനൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ത്രെഡ് ചെയ്തിട്ടാ കണ്ടില്ലേ, ഈ രീതിയിൽ വലിച്ചാൽ സാധനം സിമ്പിളായിട്ട്, അതായത് നമ്മൾ ഒരാൾ നിന്ന് വലിച്ചാൽ ഒരു 4 ആൾക്കുള്ള പവർ നമുക്ക് അതിന് കിട്ടും. 4 ആൾക്കല്ല അധികം കൂടുതൽ കിട്ടും. ശരിക്കും നല്ല രീതിയിൽ വലി കിട്ടും. അതിപ്പോൾ ഇതിപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തലമണ്ണ് മണ്ടയിൽ വീഴും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടിൽ വെറുതെ ഈ പിടിച്ചേക്കണതിന് തന്നെ നമുക്ക് ഇതിൻ്റെ ടെമ്പർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ വലിച്ചതിനെ തന്നെ നമുക്കിവിടെ പിടിച്ച് നിർത്താനും വലിയ പ്രശ്നം വരില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന് ലോഡ് വരും. ഇത് നേരെ കൊണ്ടുപോയി കെട്ടി നമുക്ക് എവിടെയെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ മരത്തിനെ കട്ട് ചെയ്ത് വരണമെങ്കിൽ മറിഞ്ഞു പോരും. ഇനിയിപ്പോൾ ഒരു തെങ്ങ് വലിച്ച് കെട്ടാൻ തെങ്ങിന് കമ്പി കെട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ കമ്പിമേൽ ഇതിനെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് വലിച്ച് നിർത്തിങ്ങായിട്ട് അത്യാവശ്യം നല്ല ലോഡ് വലിച്ച് നിർത്തിങ്ങായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം ഒരു 4 ടൺ കപ്പാസിറ്റി വരുന്ന കപ്പികളാണ്. വലിച്ച് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്കിംഗ് കപ്പാസിറ്റി അത്രയും വരുന്നതാണ്. നമുക്ക് ഇനി ഇത് വെച്ചിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് പൊക്കാൻ നമുക്ക് പറ്റും. സിമ്പിളായിട്ടാണ് നമുക്ക് വെയിറ്റ് പൊക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. നമുക്കിപ്പോൾ എന്ത് പൊക്കും, എന്നെ തന്നെ വയ്ക്കാലോ. ആര് പൊക്കും നോക്കാം. നമുക്ക് ഈ പൊക്കോ നോക്കാലോ. എന്നെ തന്നെ പൊക്കണത് എന്താണെന്ന് നോക്കാമല്ലോ നമുക്ക് അല്ലേ. എനിക്ക് തന്നെ സിമ്പിളായിട്ട് പൊക്കാം. പോയി അടിപൊളിയായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാമെന്നല്ല, ഇങ്ങനെ ഒരു വെയിറ്റ് പൊക്കാൻ പറ്റും. ഇപ്പോൾ താഴെ നിൽക്കുന്ന ഒരാൾക്കായാലും നമ്മൾ ഫ്രീ ആയിട്ട് പൊക്കിവിടാം. എന്തെങ്കിലും ഭാരമുള്ളത് ഉയർത്താൻ, അല്ലെങ്കിൽ നമ്മളെ ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ കടവശം നമുക്ക് പൊന്തുന്നില്ല എന്നുണ്ടെങ്കിൽ പൊക്കാൻ ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതിനൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വലിച്ചു നോക്കിയടാ. ഒറ്റക്ക് ഒരു കൈക്ക് ഓക്കെ 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 പിടിച്ച് വിടരുതിട്ടാ, പിടിച്ചെന്നോ.
ഇതാ 72 കിലോ എൻ്റെതുണ്ട്, 20 കിലോ ഉണ്ട് ഇവന്. നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുന്ന വെയിറ്റ് ഉള്ളൂ. പിടിച്ചെത്തിക്കടാ, ആ പിടിച്ചോ. ഇങ്ങനെയുണ്ട്. വെള്ളം കോരുന്ന ലാഘവത്തോടെ അല്ലേ? മതി മുട്ടി. ഇത്ര സിമ്പിളായിട്ട് നമുക്കതിൽ കപ്പിൽ പൊന്താൻ പറ്റും വെയിറ്റ്. അതേപോലെ തന്നെ നമുക്കൊരു എന്തെങ്കിലും വസ്തുവിനെ നമുക്ക് അടുപ്പിക്കാനുണ്ടെങ്കിൽ കയർ ഇതേമാതിരി ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിച്ച് എത്ര നീളം വേണ്ടേ. നമ്മൾ മുമ്പൊക്കെ ലോഡിങ് ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ തടി വലിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരുന്നു. കുറേ കപ്പിട്ടിട്ട് കയറിൽ ലോക്ക് ചെയ്യും. നല്ല ലെങ്ത്തിലുള്ള കയറിലിട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഇതേമാതിരി കണക്ട് ചെയ്യുക, കയറിനെ കണക്ട് ചെയ്യുക, ഈ കപ്പി വെച്ചും കയറ്റി വലിച്ചടുപ്പിച്ചും കയറ്റി എടുത്തിരുന്നതാണ്. ഇപ്പോൾ പിന്നെ കുറേ വണ്ടിയും ഇതൊക്കെ ആയിട്ട് വലിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്ന രീതി മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഈ കപ്പിയാണെങ്കിൽ ഉപയോഗിക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനെ കയറ് ഒഴിവാക്കാൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് തന്നെ നമുക്ക് കയറിനെ ഉണ്ടല്ലേ, ഈ കപ്പി ഇതിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് നമുക്ക് ഈ കയറിൻ്റെ എൻ്റെ അന്വേഷിച്ച് പോകണ്ട, ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് 2 ഡബിൾ പുള്ളി സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ഒരു സിംഗിൾ പുള്ളി ഒരു ഡബിൾ പുള്ളിയും തമ്മിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം.